സ്വാമിയേ ശരണമയ്യപ്പ. ഒരു ശബരിമല തീർത്ഥാടന കാലം കൂടി മലയിറങ്ങുകയാണ്. മലയാള ദേശത്തിൻ്റെ ഒരു പുണ്യകാലം. ശബരിമല യാത്ര കുളിർമയുള്ളൊരു അനുഭവമാണ്. ശബരിമല കാടുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് മാത്രം നേരിട്ടറിയുന്ന ഊഷ്മളത. പ്രകൃതിയും മനുഷ്യനും വേറിടാതെ നിൽക്കുന്ന വനയാത്രയുടെ ഉജ്ജ്വല കേന്ദ്രമാണ് ശബരിമല. സന്നിധാനവും 18 പടികളുമൊക്കെ മനുഷ്യ ജീവിതവുമായി ഇഴചേർന്നുള്ള ശാസ്ത്രബോധ്യങ്ങളാണ്. നമ്മിലടങ്ങിയിരിക്കുന്ന ശക്തിയെ തിരിച്ചറിയുവാനുള്ള തത്വമസി. ജാതിഭേദങ്ങൾക്കുമപ്പുറം സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സംഗമഭൂമിയാണ് ശബരിമല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ഐത്താക്ഷരങ്ങൾ അവിടെയില്ല. ഇസ്ലാമുകൾ അല്ലാത്തവർ മുസ്ലിം പള്ളികളിൽ പ്രവേശിക്കരുത് എന്ന നിബന്ധനയുമില്ല. എല്ലാറ്റിനുമപ്പുറം ജീവിതത്തിലെ ആത്മനിയന്ത്രണത്തിന് അനിവാര്യമായ വ്രതാനുഷ്ഠാനങ്ങളുടെ പണ്ഡിത പാമര വ്യത്യാസങ്ങൾക്കും അപ്പുറമുള്ള ശരണം വിളി സ്വരച്ചേർച്ചയുടെ കുബേര ദരിദ്ര വേർതിരിവുകൾ ഇല്ലാതാകുന്ന മലകയറ്റത്തിലൂടെ മനുഷ്യരാശിയെ ഒന്നായി കാണുന്ന മറ്റൊരു ആരാധനാലയം ലോകത്തിലെവിടെയും കാണുവാൻ സാധ്യമല്ല. ഇനി ഒരിക്കലും അങ്ങനെയൊന്ന് സൃഷ്ടിക്കപ്പെടുകയുമില്ല. ശബരിമലയിൽ മകരവിളക്കാണ്. പൊന്നമ്പലമേട്ടിൽ ജ്യോതിസ് തെളിയുന്ന പുണ്യദിനം. പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ജ്യോതിസ് സ്വയം തെളിയുന്നതാണോ അതോ ആരെങ്കിലും തെളിയിക്കുന്നതാണോ എന്ന തർക്കം പഴയതാണ്. ശബരിമല ക്ഷേത്രത്തിന് 5000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് അയ്യപ്പ വിഗ്രഹം എന്നതാണ് ഭക്തവിശ്വാസം. ഈ 5000 വർഷത്തെ പഴമയിൽ ദിവ്യജ്യോതി തെളിയുന്ന പൊന്നമ്പലമേട്ടിൽ താമസിച്ചിരുന്നത് ആദിവാസി വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. നിരവധി ഋഷിവര്യന്മാർ ഈ പ്രദേശത്ത് തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അവർ ഉത്തരായണ പുണ്യകാല ദിനത്തിൽ പൊന്നമ്പലമേട്ടിൽ നിന്നുകൊണ്ട് സ്വാമി അയ്യപ്പന് കർപ്പൂര ആരാധന നടത്തിയിരുന്നു. അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് ഇപ്പോഴും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്ന ദിവ്യജ്യോതി. ദേവസ്വം ബോർഡ് ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അയ്യപ്പ ഭക്തരും ചേർന്നാണ് ഇവിടെ ദീപം തെളിയിക്കുന്നത്. സ്വാമി അയ്യപ്പനിലുള്ള തീവ്ര വിശ്വാസത്തിൽ മകരജ്യോതിസ് കണ്ട് സായുജ്യമടയുവാൻ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ശബരിമലയിലെത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ മണ്ഡല മകരവിളക്ക് കാലത്തും ആയിരക്കണക്കിനായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ആകാശത്തിൽ തെളിയുന്ന മകരനക്ഷത്രവും സന്നിധാനത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്തുമൊക്കെ ഭക്തരെ വിശ്വാസത്തിൻ്റെ പരമകോടിയിൽ എത്തിക്കുന്നു. കലിയുഗ അന്ധകാരത്തെ തച്ചുടയ്ക്കാൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് അവതരിച്ച ധർമ്മശാസ്താവ് അദൃശ്യരൂപിയായി കുടികൊള്ളുന്ന പുണ്യയിടമാണ് പൊന്നമ്പലമേട് എന്നത് തന്നെയാണ് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം. തിരുവാഭരണങ്ങൾ അണിഞ്ഞാണ് മകരവിളക്കിന് അയ്യപ്പൻ ദർശനം നൽകുന്നത്. ഐതിഹ്യങ്ങളുടെ അതിരുകൾ വിട്ട് ചരിത്രപുരുഷന്റെ പരിവേഷം പകരുന്ന പ്രതിഭാസമാണ് തിരുവാഭരണം ചാർത്തൽ. ധനുമാസം 28-ന് പന്തളം കൊട്ടാരത്തിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തസാന്നിധ്യത്തിൽ പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര 3 ദിനങ്ങൾ കാൽനടയാത്രയായി ശബരിമലയിൽ എത്തിച്ചേരും. 13 വില്ലേജുകളിലായി 83 കിലോമീറ്റർ ദൂരമാണ് തിരുവാഭരണ യാത്രയുടെ പുണ്യപാത. പുണ്യപമ്പയുടെ കുളിർസ്നാനത്തിൽ, വനശീതളിമയുടെ നൈർമല്യത്തിൽ, ഭൂമിസ്പന്ദനങ്ങളിൽ നഗ്നപാദങ്ങൾ അമർത്തി, ജീവിത പ്രതിസന്ധികളുടെ ഇരുമുടിക്കെട്ടും ശിരസിലേന്തി ശബരിമല കയറി അയ്യപ്പ സന്നിധിയിലെത്തുമ്പോൾ ഭക്തമനസ്സുകളിൽ ശക്തി ചൈതന്യം ചുരിഞ്ഞ് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹ വർഷമേകി കലികാലവരതനായ സ്വാമി അയ്യപ്പൻ്റെ ദിവ്യദർശനം. ഇനിയൊരു കാത്തിരിപ്പാണ് മറ്റൊരു വൃശ്ചിക പുലരിക്കായുള്ള മാനസിക തപസ്. സ്വാമിയേ ശരണമയ്യപ്പ.